ആലപ്പുഴ കലവൂരിലെ സുഭദ്ര കൊലപാതകത്തിൽ ഒരാൾക്ക് കൂടി പങ്ക്. മാത്യൂസിന്റെ സുഹൃത്തും ബന്ധുവുമായ റെയ്നോൾഡിനും പങ്കുണ്ടെന്നാണ് കണ്ടെത്തൽ. സുഭദ്രയെ കൊലപ്പെടുത്തി സ്വർണ്ണാഭരണങ്ങൾ കവരുകയായിരുന്നു മാത്യൂസിന്റെയും ശർമ്മിളയുടെയും ലക്ഷ്യം. എന്നാൽ സുഭദ്രയുടെ ആഭരണങ്ങളിൽ പകുതിയിലധികവും മുക്കുപണ്ടങ്ങളായിരുന്നു. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി. മനീഷ്, ഈ വിവരം ആദ്യം തന്നെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ശ്യാം ആദ്യ ദിവസം തന്നെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞതാണ്. അതായത് ഇത്രയും ആഭരണങ്ങൾ ധരിക്കുന്നത് എന്തിനാണ് എന്ന് അയൽപ്പക്കക്കാർ സുഭദ്രയോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞിരുന്നത് ഇത് മുക്കുപണ്ടങ്ങളാണ് ഇതിൽ പലതും എന്നുള്ളതാണ്. അതപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു. ഏതായാലും ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊക്കെ പോലീസിന് കിട്ടുന്നുണ്ടല്ലോ. ഒരാൾക്ക് കൂടി പങ്ക് എന്ന് പറയുമ്പോൾ അയാളും ഈ കൊലപാതകത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ അറിഞ്ഞിരുന്നു. ഏത് തരത്തിലാണ് പങ്കാളി എന്നതിൻ്റെയൊക്കെ കാര്യങ്ങൾ കൂടി നമുക്ക് അറിയാൻ കഴിഞ്ഞോ? അനുജ ഇന്ന് രാവിലെ 9 മണിയോടുകൂടി തന്നെയാണ് ഈ പ്രതികളെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം ആരംഭിച്ചത്. ഇവരിൽ നിന്ന് കിട്ടിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇവർ പദ്ധതിയിട്ടിരുന്നു. മാത്യു ശർമ്മയും കൂടാതെ മാത്യുവിന്റെ ബന്ധുവും സുഹൃത്തും കൂടിയായിട്ടുള്ള റെയ്നോൾഡ് കൂടി ഇതിന്റെ കൊലപാതകത്തിന്റെ ഭാഗമാണ്. ഇയാൾ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ല. പക്ഷേ കൊലപാതകത്തിന് തൊട്ട് മുമ്പ് ഈ കൊല നടത്തുന്നതിന് മുൻപ് ഇവരെ മയക്കി കിടത്താൻ വേണ്ടിയിട്ടുള്ള മരുന്ന് എത്തിച്ചു നൽകിയത് റെയ്നോൾഡാണ്. കൊലപാതകത്തിന് ശേഷവും ഇയാൾക്ക് പങ്കുണ്ട്. ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച് തെളിവുകൾ നശിപ്പിക്കുക അടക്കമുള്ള കാര്യങ്ങൾ ഇയാൾ നോക്കിയിരുന്നു. ഒപ്പം തന്നെ ഇവർ ഒളിവിൽ കഴിഞ്ഞ സമയത്തൊക്കെ തന്നെ ഇയാൾ നാട്ടിലെ പല കാര്യങ്ങളും നിരീക്ഷിച്ചിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മറ്റാരെങ്കിലും ഈ വിവരങ്ങൾ അറിയുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഇവരെ മറ്റൊരു രീതിയിൽ അറിയിച്ചു കൊടുക്കുന്നത് റെയ്നോൾഡാണ് എന്ന വിവരമാണ് പോലീസിന് ഇപ്പോൾ ലഭ്യമാവുന്നത്. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ഇയാളെ ഇന്നലെ രാത്രിയോടുകൂടിയാണ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ദിവസങ്ങൾക്ക് മുൻപേ തന്നെ ഇയാളെ പോലീസ് ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചിരുന്നു. പക്ഷേ ആ സമയത്ത് ഇയാളോട് കൊലപാതകത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ആരാഞ്ഞില്ലായിരുന്നു. പക്ഷേ പോലീസിന് സൂചന ഉണ്ടായിരുന്നു ഇയാൾക്ക് പങ്കുള്ള വിവരം. ഇനി പ്രതികളുടെ മുഖ്യ ലക്ഷ്യം ഈ സ്വർണ്ണാഭരണങ്ങൾ തന്നെയായിരുന്നു. നമുക്ക് കഴിഞ്ഞ 4-ാം തീയതി ഇവരുടെ CCTV ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകും. അതായത് ഈ സുഭദ്ര നടന്നു പോകുന്ന സമയത്ത് പോലും കഴുത്തിൽ വലിയ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നു. ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ തന്നെ മുക്കുപണ്ടമാണെന്ന് പക്ഷേ ഈ പറയുന്ന പ്രതികൾക്ക് അറിവില്ലായിരുന്നിരിക്കാം. ഇവർ ഈ സ്വർണ്ണാഭരണങ്ങൾ ആലപ്പുഴയിലും ഒപ്പം തന്നെ ഉടുപ്പിയിലുമാണ് പണയം വെച്ചത്. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തു നിന്നിരുന്ന കഴുത്തിലെ മാല അത് മുക്കുപണ്ടമാണെന്ന് ഉടുപ്പിയിൽ പോയി പണയം വെച്ചപ്പോഴാണ് പ്രതികൾക്ക് ബോധ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ പ്രതികളുടെ കണക്കുകൂട്ടലുകൾ ആകെ തെറ്റി. ഇവർ വിചാരിച്ചതുപോലെയുള്ള ഒരു സ്വർണം ഇവരുടെ ശരീരത്ത് നിന്നും ഇവർക്ക് ലഭിച്ചില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ രീതിയിൽ സ്വർണം അപഹരിക്കുക എന്നത് കൊലപാതകത്തിന്റെ ഒരു ലക്ഷ്യം. മറ്റൊരു ലക്ഷ്യം, വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഈ സുഭദ്രയുടെ പക്കൽ നിന്നും ശർമ്മിള പണം വാങ്ങിയിട്ടുണ്ട് പലിശയ്ക്ക്. പക്ഷേ ഈ പണം ഒന്നും തിരികെ കൊടുത്തിട്ടില്ല. ഇതിലൊക്കെ തന്നെ സുഭദ്ര വലിയ രീതിയിൽ ബഹളമുണ്ടാക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്തിരുന്നു. ഇത്തവണ പണം തിരികെ നൽകാമെന്ന പേരിലായിരുന്നു സുഭദ്രയെ ഇവിടെ കൊണ്ടുവന്നത്. ഒപ്പം തന്നെ ആലപ്പുഴയിലെ ആരാധനാലയത്തിൽ സന്ദർശനം നടന്നു. അങ്ങനെ രണ്ട് കാര്യത്തിനായിരുന്നു സുഭദ്രയെ കൂട്ടി ശർമ്മിള കഴിഞ്ഞ അതായത് ഓഗസ്റ്റ് മാസം 4-ാം തീയതി കടവന്ത്രയിൽ നിന്നും ആലപ്പുഴ കാട്ടൂർ കോർപ്പശ്ശേരിയിലെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതും പിന്നീട് 4-ാം തീയതിക്ക് ശേഷം അത് കഴിഞ്ഞ് 7-ാം തീയതി രാത്രിയോടുകൂടി കൊലപ്പെടുത്തിയത്. നിലവിൽ പോലീസ് സ്ഥിരീകരിക്കുന്ന തീയതി അത് ഓഗസ്റ്റ് 7-ന് രാത്രി എന്നാണ്. നിലവിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ സാധൂകരിക്കുന്ന രീതിയിൽ തന്നെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി നെഞ്ചിൽ ചവിട്ടി എന്നാണ്. അതെ, സുഭദ്ര കൊലപാതകത്തിൽ ഒരാൾക്ക് കൂടി പങ്ക് എന്നതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. മാത്യൂസിന്റെ ബന്ധു റെയ്നോൾഡിനാണ് പങ്ക്. മയക്കിക്കിടത്താനുള്ള മരുന്ന് കൊണ്ടുവന്നു. അതിനുശേഷം കൊലപാതകം നടത്തിയതിനു ശേഷവും ഇയാൾ ചില കാര്യങ്ങളിലൊക്കെ പങ്കാളിയായിട്ടുണ്ട് എന്ന വിവരം. ഒപ്പം തന്നെ മുക്കുപണ്ടമായിരുന്നു ഇതിൽ സുഭദ്ര അണിഞ്ഞിരുന്ന ഭൂരിഭാഗം ആഭരണങ്ങളും എന്ന വിവരവും എല്ലാം ഇപ്പോൾ ആധികാരികമായി തന്നെ പോലീസ് സ്ഥിരീകരിക്കുന്നു.